കൂട്ടുകാരെ, ഗണിത മധുരം ചാനലിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയമായിട്ടല്ലാട്ടോ വന്നിരിക്കുന്നത്. എന്താ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ടീച്ചർ പറയാം. ഇന്നലെ രാത്രി ഉണ്ടല്ലോ, ടീച്ചർ നല്ലൊരു സ്വപ്നം കണ്ട് ഇങ്ങനെ എഴുന്നേറ്റ്. എന്തായിരുന്നു അറിയാവോ? സ്കൂളിലൊക്കെ ഓണപ്പൂക്കള മത്സരം നടക്കുകയാണ്. അപ്പം അതിൻ്റെ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടി കുട്ടികളൊക്കെ നോക്കുകയാണ്. അപ്പം ടീച്ചറിൻ്റെ കുട്ടികൾക്ക് ഡിസൈൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഞെട്ടി എഴുന്നേറ്റപ്പോൾ ഒന്നുമില്ല. നമുക്കറിയാലോ, കോവിഡ് കാലമല്ലേ, ഇപ്പം നമ്മൾ എത്ര നോക്കിയിട്ടും കാര്യമില്ല അല്ലേ? മറ്റേ എന്ത് രസമായിരുന്നു ആ കാലഘട്ടങ്ങൾ. സാരല്ല, ഇതൊക്കെ തിരികെ വരുന്നേ. ഇപ്പം നമ്മളൊക്കെ ശരീരം കൊണ്ട് ദൂരെയാണ് അല്ലേ, നമ്മൾ മനസ്സുകൊണ്ട് അടുത്താട്ടോ ഇരിക്കുന്നത്. ഇന്ന് അത്തം 1 അല്ലേ? ടീച്ചർ നിങ്ങൾക്ക് നല്ലൊരു ഡിസൈൻ വരയ്ക്കാൻ പഠിപ്പിച്ചു തരാം. നമുക്കറിയാം, അത്തം 1 കൂടാൻ തുടങ്ങും അല്ലേ? പിന്നെ അനേകം മത്സരങ്ങൾ ഉണ്ടാവും. ഓണപ്പൂക്കളം ഡിസൈനിങ് എല്ലാം ഗണിതവുമായി ബന്ധപ്പെട്ടതല്ലേ? ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് നല്ലൊരു ഗണിതത്തിൻ്റെ പൂക്കളം ഡിസൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുമല്ലേ? ടീച്ചർ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് വരയ്ക്കും. ടീച്ചർ സ്കെച്ച് പെന്നിൽ ഇവിടെ അടയാളം എടുക്കുകയാണ്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആരത്തിലാണ് ടീച്ചർ ഇവിടെ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ A4 പേപ്പറിൻ്റെ നടു എടുത്തിട്ട് നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു ടീച്ചർ ഒരു വൃത്തം വരച്ചു. ഇതിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് അടയാളപ്പെടുത്തി വെക്കുന്നത് നല്ലതാണ്, നമുക്കത് ആവശ്യമുണ്ട്. ഇനി ഇതേ കളർ കൊണ്ട് തന്നെ ടീച്ചർ ഈ വൃത്തത്തിൽ തൊടത്തക്ക രൂപത്തിൽ വരച്ചാൽ മതി. ഇപ്പോൾ നോക്കൂ, ഇത് ടീച്ചർ ഒന്ന് വരച്ചു. ഇനി നമ്മൾ ഇവിടെ തൊട്ടില്ലേ, ഈ ബിന്ദുവിൽ കുത്തിയിട്ട് അടുത്ത വരയ്ക്കുക. അപ്പം നമുക്കിതിൻ്റെ പുറത്തുള്ള ഡിസൈനായി. ഇനി നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. ഈ നടുക്ക് തന്നെ കുത്തിയിട്ട് ഈ വൃത്തത്തിൻ്റെ പുറത്തുകൂടെ ഒരു വൃത്തം കൂടെ വരയ്ക്കാം. അതായത് പൂക്കളത്തിൻ്റെ പുറം റൗണ്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളിങ്ങനെ ഒന്ന് വരച്ചു. നമുക്ക് നടുക്കും കൂടെ നല്ലൊരു ഡിസൈൻ കൊടുക്കാം അല്ലേ? അതിനു വേണ്ടി ടീച്ചർ ചെയ്യുന്നത് നോക്കൂ, ടീച്ചർ ഇതിൻ്റെ വ്യാസം വരയ്ക്കുകയാണ്. വ്യാസം ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരച്ചതിന് ശേഷം ഈ ഭാഗത്തിൻ്റെ നടു കണ്ടെത്തുക. ഇവിടെ കണ്ടെത്തി ഇതിൻ്റെ നടുവും കണ്ടെത്തുക. അതേപോലെ ഇത് തിരിച്ച് നമുക്ക് ഇതിനെ കുത്തനെ ഒരു വരയും കൂടെ കിട്ടണം. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മട്ടം ഇങ്ങനെ വെച്ച് നീക്കിയാൽ മതി. നോക്കൂ, മട്ടം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാം കുത്തനെയാണോ എന്ന്. എന്നിട്ട് ഇതിങ്ങോട്ട് വരയ്ക്കുക. ഇത് പെൻസിൽ കൊണ്ട് വരയ്ക്കുക, നമുക്ക് മായ്ച്ച് കളയാനുള്ളതാണ്. ഇനി ഇവിടെയും എന്ത് ചെയ്യണം? 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. 8 സെൻറ്റിമീറ്റർ ആണ്, അതിൻ്റെ പകുതി 4. അപ്പം 4ൻ്റെ പകുതിയാണ് ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഇനി വരയ്ക്കുന്നത് നമുക്ക് സ്കെച്ച് പെൻ കൊണ്ട് വരയ്ക്കാം. ഇതിൻ്റെ നമ്മൾ കണ്ടെത്തിയ നടുക്ക് വരയ്ക്കുക. ഇവിടെ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ പകുതി വരച്ചാൽ മതി കേട്ടോ. ഇവിടെ ഇങ്ങനെ പകുതി വരച്ചു, കണ്ടോ? ഇനി ഈ ബിന്ദുവിൽ കുത്തിയിട്ട് ഇതിൻ്റെ ബാക്കി ഇങ്ങോട്ട് ഇങ്ങനെ വരയ്ക്കുക, കണ്ടോ? നല്ലൊരു ഡിസൈൻ ആയില്ലേ? ഇതേപോലെ ഇവിടെ കുത്തുക. ഇവിടെ കുത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് വരയ്ക്കുക, കണ്ടോ? ഇനി എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുക. അപ്പം നിങ്ങൾ നോക്കൂ, ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഇതങ്ങോട്ട് മായ്ച്ച് കളയാം. നമ്മൾ വരച്ച ആ വരയില്ലേ, വ്യാസം വരച്ചില്ലേ, വ്യാസം മായ്ച്ച് കളയാം. ഇപ്പം കൂട്ടുകാർ നോക്കൂ, നിങ്ങൾക്ക് ഓണത്തിന് പൂക്കളായി ഇടാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഡിസൈനാണ് ടീച്ചർ പരിചയപ്പെടുത്തി തന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കളർ കൊടുക്കാം, ഇഷ്ടമുള്ള കളറുകൾ. അപ്പം നിങ്ങൾ പറയും, ടീച്ചറെ ഞങ്ങളുടെ കയ്യിൽ അധികം കളറൊന്നുമില്ല. സാരമില്ല, ഉള്ള കളറുകൾ കൊടുത്ത് ഇത് നല്ല ഭംഗിയായിട്ട് ഒരു ഗണിത പാറ്റേൺ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ശേഖരിക്കാം.
ഇനി നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഔട്ട്ലൈന് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് ബ്ലാക്ക് ആണ്. അതുകൊണ്ട് ബ്ലാക്ക് സ്കെച്ച് പെന്നു കൊണ്ടാണ് വരയ്ക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളറാണോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ടീച്ചർ ഉള്ള കളർ ഉപയോഗിച്ചും ഉള്ള സ്കെച്ച് പെൻ ഉപയോഗിച്ചുമാണ് ചെയ്തത്. നിങ്ങൾക്ക് ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ഇതനുസരിച്ച് പൂക്കളം ഇടാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന ടീച്ചർക്ക് അറിയാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ ഡിസൈൻ ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഡിസൈൻ വരയ്ക്കണം കേട്ടോ. വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓണപ്പൂക്കളം ഇടാൻ നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കാം. അതുകൂടാതെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഇത് ശേഖരിക്കാം. ഗണിതവുമായി ബന്ധപ്പെട്ട ഒരു പാറ്റേൺ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ടീച്ചർ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഇനിയും നമുക്ക് ധാരാളം ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.